ഹലോ കൂട്ടുകാരെ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് ഇത് എനിക്ക് കറക്റ്റ് ചെയ്ത് തരണേ. ഞാനും ഹസ്ബൻഡും കൂടെ ഇന്ന് പോയത് ബർദുബായിൽ അബ്ര സൈഡിലാണ്. അവിടെ ടെമ്പിളിൻ്റെ ഭാഗത്തോട്ടാണ് ഞങ്ങളിന്ന് പോയത്. ഇവിടെ നല്ല നാളെ ഹോളി പ്രമാണിച്ച് നല്ല രീതിയിൽ കളറും കുറേ ചായങ്ങളൊക്കെ പൊടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ വൈകിട്ടായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ സ്പീഡ്, എനിക്ക് ആ സൈഡിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്പീഡാണ്. കടകളൊക്കെ കാണുമ്പോഴത്തേനും ഓരോ കടകളൊക്കെ കാണുമ്പോഴത്തേനും കുറച്ചൊരു ആക്രാന്തം വന്നിട്ട് ഇങ്ങനെ ഓടി നടക്കുക. ഹസ്ബൻഡിനേക്കാളും ഓടി മുമ്പേ നടക്കുക, ചേട്ടനേക്കാളും മുമ്പേ ഓടി നടക്കും. അപ്പോഴിങ്ങനെ ചേട്ടൻ എൻ്റെ പുറകെ എത്താനായിട്ട് കൂടെ വരിക. അവസാനം ഇങ്ങനെ ഓരോരുത്തർ കണ്ട് ഓരോരുത്തർ വന്ന് ഈ തട്ടുന്ന ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ചായയും കടിയും എല്ലാം കൂടെ ഓർഡർ ചെയ്ത് സമൂസയും എല്ലാം ഉണ്ടായിരുന്നു. അതിലെ മുളക് ബജി എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ചു. അതെൻ്റെ ആ വിഷമം മാറാനായിട്ട് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കൊണ്ട് എല്ലായിടവും നോക്കി എല്ലാ കടയിലൊക്കെ ഒന്ന് ഏതാണ്ട് കളറൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. റോസ്, യെല്ലോ, ബ്ലൂ, അങ്ങനെ എല്ലാ കളറും എല്ലാ കളറും ഇങ്ങനെ ഹോളിയുടെ എല്ലാ കളറുകളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവസാനം എൻ്റെ ഈ നടക്കുന്ന സ്പീഡ് കാരണം ഹസ്ബൻഡ് എൻ്റെ ഈ ഫോൺ തന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് വയ്യ വീഡിയോ എടുക്കാൻ, ഇതന്നെ അങ്ങ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ തിരിച്ചു ഇഷ്ടം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കടകളും ഇങ്ങനെ നോക്കി നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും പിന്നെ കുറേ സ്പൈസസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോക്കി നല്ല അതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, നല്ല മണമാണ്. ഓരോ ഫ്രാഗ്രൻസ് ചന്ദനത്തിരിയുടെയും പിന്നെ ഈ സ്പൈസസിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു പ്രത്യേക മണമാണ്. അതൊരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും. പക്ഷേ എപ്പോഴത്തെയും പോലെ ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു. അതിനകത്ത് ഓരോരോ കടകളൊക്കെ ഇങ്ങനെ കണ്ട് ആൾക്കാരെയൊക്കെ വായി നോക്കി ഇങ്ങനെ നടന്ന് ഓരോന്നിൻ്റെയൊക്കെ റേറ്റ് എല്ലാം ഹസ്ബൻഡിൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് കളറും കടയും ഡ്രസ്സും ഒക്കെ നോക്കി ഇങ്ങനെ പോവുക. ഇതിൽ നമുക്കറിയാവുന്ന കുറേ കടകളും കുറേ ഷോപ്പുകളുണ്ട്, മലയാളികളായിട്ടുള്ള ചേട്ടന്മാർ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് പോയപ്പോൾ ആ ചേട്ടന്മാരെയൊന്നും കണ്ടില്ല. അതൊക്കെ കണ്ടിങ്ങനെ അവിടെയൊക്കെ അറിയാവുന്നവരുണ്ടോ ചോദിച്ചു